Good morning, dear students. We were discussing the 7th chapter, Plant Nomenclature. And in our previous classes, we studied the different types of nomenclature like uninomial, binomial, and polynomial, and the structure of ICBN, International Code for Botanical Nomenclature. And let us recollect the structure of ICBN once again. ICBN consists of 3 divisions. Division 1 with a set of 6 principles. Division 2 consisting about the detailed rules for nomenclature. And Division 3 which consists of the provisions for the governance and amendment of existing rules. And coming to the Division 2 which consists of about 62 important rules, we have to study a few among these rules. And in the present class, we will discuss about the rule of typification, which is described from Article 7 to 10, the rule of typification or type specimen. And the second principle of Division 1 states that naming of a taxa should be based on nomenclatural type. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പുതിയ ടാക്സയ്ക്ക് പേര് കൊടുക്കുമ്പോൾ നോമൻക്ലേച്ചറൽ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നെയിം ചെയ്യേണ്ടത്. ആൻഡ് ഇൻ ദി പ്രസൻറ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് വാട്ട് ഈസ് എ നോമൻക്ലേച്ചറൽ ടൈപ്പ്. A nomenclatural type is a specimen of a plant that the author uses for describing that particular plant. It may be a herbarium, a drawing or a photograph. അതായത് സപ്പോസ് an author discovers a new plant. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ഒരു പുതിയ പ്ലാന്റ് ഡിസ്കവർ ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പം ഷാക്കിറ ഒരു പുതിയ പ്ലാന്റ് ഡിസ്കവർ ചെയ്തു. ആ പ്ലാന്റിനെ ഷാക്കിറ വർക്കൗട്ട് ചെയ്യുകയാണ്. ഷീ വർക്കൗട്ട് ദാറ്റ് പ്ലാന്റ്, മെയ്ഡ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദാറ്റ് പ്ലാന്റ് ആൻഡ് പബ്ലിഷ്ഡ് ദാറ്റ് ആർട്ടിക്കിൾ ഇൻ എ ജേണൽ. ആ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഏത് പ്ലാന്റിനെ നോക്കിയിട്ടാണോ ആ ഡിസ്ക്രിപ്ഷൻ നടത്തിയത്, ആ പ്ലാന്റിനെ ഒരു ഹെർബേറിയം സ്പെസിമെനായിട്ടോ ഡ്രോയിങ് ആയിട്ടോ ഫോട്ടോഗ്രാഫായിട്ടോ ഷാക്കിറയ്ക്ക് പ്രിസർവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ആ സ്പെസിമിനെയാണ് നോമൻക്ലേച്ചറൽ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നോമൻക്ലേച്ചറൽ ടൈപ്പ് ഏതൊക്കെ രൂപത്തിലായിരിക്കാം? ഇറ്റ് മേ ബി എ ഹെർബേറിയം, എ ഡ്രോയിങ് ഓർ എ ഫോട്ടോഗ്രാഫ്. ആൻഡ് ഇൻ ദ പബ്ലിക്കേഷൻ ഓഫ് ദി ഓതർ ഹീ ഷുഡ് മെൻഷൻ വെയർ ദി ടൈപ്പ് സ്പെസിമെൻ ഈസ് പ്രിസർവ്ഡ് ഓർ കെപ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഓതർ ഇവിടെ ഷാക്കിറയാണ്. ഷാക്കിറ എവിടെയാണ് ഈ ടൈപ്പ് സ്പെസിമെൻ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഈ പബ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്യണം. അത് വീട്ടിൽ വയ്ക്കാൻ പാടുണ്ടോ? ഇല്ല. അതെവിടെയാണ് വയ്ക്കേണ്ട? ഒരു ഇൻ്റർനാഷണലോ നാഷണലോ ലോക്കലോ ആയിട്ടുള്ള ഹെർബേറിയം കളക്ഷനിൽ ഈ ഹെർബേറിയം സ്പെസിമെനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആക്സഷൻ നമ്പർ കിട്ടും. ഇപ്പോൾ ഒരു ലൈബ്രറി ബുക്കിനൊരു ആക്സഷൻ നമ്പർ പോലെ ഈ ഹെർബേറിയത്തിനൊരു ആക്സഷൻ നമ്പർ കിട്ടും. ഈ നമ്പറും അത് എവിടെയാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഹെർബേറിയം ഉണ്ട്. ഷാക്കിറ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹെർബേറിയത്തിലാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹെർബേറിയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ആക്സഷൻ നമ്പർ ഇതാണെന്നുള്ള കാര്യം ഷാക്കിറയുടെ ആർട്ടിക്കിളിൽ ഷാക്കിറ എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം. ഇനി എന്തൊക്കെ ടൈപ്പ് സ്പെസിമെൻസ് ആണ് ഷാക്കിറയ്ക്ക് പ്രിസർവ് ചെയ്ത് വെക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തേത് ഹോളോ ടൈപ്പ്. This is the original specimen upon which the author made the description. ഷാക്കിറ ആ പ്ലാന്റിനെ ബേസ് ചെയ്തിട്ടൊരു ഡിസ്ക്രിപ്ഷൻ നടത്തുമല്ലോ. ആ പ്ലാന്റിൻ്റെ ഒരു ട്വിഗ്, അതിൽ ഒരു ട്വിഗിനെ ഒറിജിനൽ സ്പെസിമെനായിട്ട് ഹെർബേറിയമാക്കി വെക്കാം. അതാണ് ഹോളോ ടൈപ്പ്. ഇനി ഐസോടൈപ്പ് ഈസ് എ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ദി ഒറിജിനൽ സ്പെസിമെൻ. ഇപ്പോൾ ഒന്നിലധികം ട്വിഗ് ഷാക്കിറയുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നിലധികം ഹെർബേറിയം ഷാക്കിറയ്ക്ക് വെക്കാം. അതിൽ ഒരു ഹെർബേറിയത്തിനെ ഒറിജിനലായിട്ടും പിന്നൊരെണ്ണത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടും പേര് കൊടുക്കാം. ഒറിജിനലിന് കൊടുക്കേണ്ട പേര് ഹോളോ ടൈപ്പ് എന്നും ഡ്യൂപ്ലിക്കേറ്റ് സ്പെസിമെന് കൊടുക്കേണ്ട പേരും ഐസോ ടൈപ്പ് എന്നാണ്. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഒരേ പ്ലാന്റിൻ്റെ തന്നെ 2 ട്വിഗാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് വയ്ക്കുന്ന പോലെ ഒറിജിനലിൻ്റെ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് ഐസോ ടൈപ്പ്.
And then comes the paratype. This is the same plant species but collected in a different season. ഇപ്പം ആദ്യം നമ്മൾ ഡിസ്ക്രിപ്ഷന് വേണ്ടി എടുത്തപ്പോൾ അത് മൺസൂൺ സീസണിലാണ് എടുത്തതെന്ന് വിചാരിക്കാം. മറ്റൊരു സീസണിലാണ് അതിൻ്റെ ഫ്രൂട്ടിങ് സീസൺ. നമ്മളെടുത്തപ്പോൾ ഫ്ലവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറൊരു വിൻ്റർ സീസണിലോ സമ്മർ സീസണിലോ പോയിട്ട് മറ്റൊരു ട്വിഗ് കൂടെ കളക്ട് ചെയ്യുമ്പോൾ അതിലൊരു ഫ്രൂട്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മറ്റൊരു സീസണിൽ കളക്ട് ചെയ്തിട്ട് വയ്ക്കുന്ന സ്പെസിമെനാണ് പാരാടൈപ്പ് എന്ന് പറയുന്നത്. ഇതേ പ്ലാന്റിൻ്റെ തന്നെ സ്പെസിമെനാണ്, ബട്ട് കളക്റ്റഡ് ഇൻ എ ഡിഫറെൻറ്റ് സീസൺ. ഇനി സിൻ ടൈപ്പ്. വെൻ എ ഓതർ കീപ്സ് മോർ സ്പെസിമെൻ ബിസൈഡ് ഹോളോടൈപ്പ് ആൻഡ് പാരാടൈപ്പ്, വൺ അഡീഷണൽ സ്പെസിമെൻ ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് സിൻ ടൈപ്പ്. ഇപ്പോൾ ഷാക്കിറയുടെ കയ്യിൽ 4 അതിലധികമോ സ്പെസിമെൻ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഹോളോടൈപ്പ്, ഒരെണ്ണം ഐസോടൈപ്പ്, ഇനിയും അധികം സ്പെസിമെൻസ് ഉണ്ടെങ്കിൽ അഡീഷണൽ സ്പെസിമെൻസിനെയെല്ലാം സിൻ ടൈപ്പ് എന്ന് പേര് കൊടുത്തിട്ട് അതിൻ്റെയും ഹെർബേറിയമായിട്ട് പ്രിസർവ് ചെയ്യാം. ലെക്ടോടൈപ്പ്. When the author did not mention which one is the holotype at the time of publication of a new species, one of the existing specimen is given the name lectotype. ഷാക്കിറ 4-5 സ്പെസിമെൻ ഹെർബേറിയമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബട്ട് ഷീ ഡിഡിൻറ്റ് മെൻഷൻ വിച്ച് വൺ ഈസ് ദി ഹോളോടൈപ്പ് ഓർ വിച്ച് വൺ ഈസ് ദി ഐസോടൈപ്പ്. ഏതാണ് ഐസോടൈപ്പ് എന്നും പിന്നെ ഹോളോടൈപ്പ് എന്നും ഷാക്കിറ മെൻഷൻ ചെയ്തില്ല. പക്ഷേ 4-5 സ്പെസിമെൻ യൂണിവേഴ്സിറ്റിയിൽ ഹെർബേറിയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഷാക്കിറ ഡിസ്കവർ ചെയ്തതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റിനെ മറ്റൊരു ഓതർ ഡിസ്കവർ ചെയ്തെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആനന്ദ് അതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ഡിസ്കവർ ചെയ്തു. അപ്പോൾ ഷാക്കിറയുടെ പബ്ലിക്കേഷൻ എടുത്ത് നോക്കിയപ്പോൾ ഇതിനോട് സിമിലാരിറ്റി ഉള്ളതാണെന്ന് കണ്ടു. അതിൻ്റെ ആക്സഷൻ നമ്പറും പിന്നെ ഹെർബേറിയം സൂക്ഷിച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലാണെന്നൊക്കെ മനസ്സിലാക്കി ആനന്ദ് വന്ന് എടുത്ത് നോക്കുകയാണ് ടൈപ്പ് സ്പെസിമെൻസ്. പക്ഷേ 4-5 സ്പെസിമെൻ കണ്ടെങ്കിലും അതിലൊരെണ്ണത്തിനെ പോലും ഹോളോ ടൈപ്പ് എന്നോ ഐസോ ടൈപ്പ് എന്നോ ഉള്ള പേര് ഒറിജിനൽ ഓതർ, അതായത് ഷാക്കിറയാണ് നമ്മുടെ ഒറിജിനൽ ഓതർ, കൊടുത്തിട്ടില്ല. അന്നേരം പിന്നീട് അതിനെ ഒരെണ്ണത്തിന് എടുത്തിട്ട് നമുക്ക് ലെക്ടോ ടൈപ്പ് എന്നുള്ള പേര് കൊടുക്കാം. പക്ഷേ ഹോളോ ടൈപ്പ് എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഒറിജിനൽ ഓതർ ആദ്യം പറയണമായിരുന്നു. ആദ്യം പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ ഉള്ളതിൽ നിന്നും ഒരെണ്ണത്തിന് നമുക്ക് ലെക്ടോ ടൈപ്പായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാം. ബട്ട് വി ക്യാൻ നെവർ മെൻഷൻ ഈസ് ആസ് എ ഹോളോ ടൈപ്പ്. ഇനി നിയോ ടൈപ്പ്. When all the original materials are lost, one new specimen is taken and preserved as neotype. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കഥ തന്നെ പറയാം. ആനന്ദ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതുപോലൊരു പ്ലാന്റ് ഡിസ്കവർ ചെയ്തു. അപ്പോൾ ഇതാണോ അത് എന്നറിയാൻ വേണ്ടി ഷാക്കിറ പണ്ട് പ്രിസർവ് ചെയ്ത ടൈപ്പ് സ്പെസിമെൻ നോക്കി വന്നു. അന്നേരമാണ് മനസ്സിലായത് മുൻപ് പ്രിസർവ് ചെയ്ത് വെച്ച ഹെർബേറിയം എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതെന്തെങ്കിലും പ്രാണികൾ തിന്നുപോയി അല്ലെങ്കിൽ നഷ്ടമായി. അപ്പോൾ ആനന്ദിനറിയാം അത് ഏത് പ്ലാന്റാന്നൊക്കെ അറിയാം. അപ്പോൾ അതേപോലത്തെ അതേ പ്ലാന്റിൽ നിന്നും അല്ലെങ്കിൽ അതേ പ്ലാന്റിൻ്റെ ഒരു ട്വിഗ് എടുത്തിട്ട് പുതിയൊരു ഓതർക്കും വെക്കാം, അല്ലെങ്കിൽ പഴയ ഓതറിന് തന്നെയും വെക്കാം. അപ്പോൾ ഷാക്കിറയ്ക്ക് തന്നെ വേണമെങ്കിൽ വന്നിട്ട് പഴയ ഹെർബേറിയം എല്ലാം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി പുതിയൊരു ഹെർബേറിയം അതേ പ്ലാന്റിൽ നിന്നൊരു ട്വിഗ് എടുത്തിട്ട് പ്രിസർവ് ചെയ്ത് വെക്കാം. ദിസ് ഈസ് ദി നിയോ ടൈപ്പ്. ആൻഡ് ദ ലാസ്റ്റ് ഇസ് ടോപ്പോ ടൈപ്പ്. This is an additional plant material taken from the same locality from where the holotype was collected. പണ്ട് ഹോളോടൈപ്പ് കളക്ട് ചെയ്ത അതേ സ്ഥലത്ത് നിന്നും പിന്നീട് കളക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ടോപ്പോ ടൈപ്പ്. അത് സീസണൽ വേരിയേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും അതിനെ വീണ്ടും അതേ സ്ഥലത്ത് ലൊക്കാലിറ്റിയിൽ നിന്ന് മറ്റൊരു ട്വിഗ് കളക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അതിനെ ടോപ്പോ ടൈപ്പ് എന്ന് വിളിക്കാം. ദീസ് ആർ ദി ടൈപ്പ് സ്പെസിമെൻസ്: ഹോളോടൈപ്പ്, ഐസോടൈപ്പ്, paratype, syntype, lectotype, neotype and topotype.